കൊണ്ട് ലോകക്കിടക്കയെ വാസ്തവത്തിൽ പ്രത്യാശയുടെയും സ്തോത്രത്തിന്റെയും കർത്താവെ ശുശ്രൂഷയുടെ അവസരമാക്കി മാറ്റുവാൻ നിന്റെ മകളെ ഒരുക്കിയതോർക്കുമ്പോൾ നീ നന്ദിയോടെ സ്തുതിക്കുകയാണ്. അനേക രോഗികൾ നിന്റെ മകളുടെ രോഗത്തിന് മധ്യത്തിൽ വിളേറ്റുവാങ്ങിയ ആശ്വാസം അവർക്ക് ഒഴുക്കിക്കൊടുക്കുന്നത് ഒഴുക്കിരാലായി നിന്നതുകൊണ്ട് ആശ്വാസം പ്രാപിപ്പാനിടയാക്കി ഓർക്കുമ്പോൾ ഞങ്ങളങ്ങനെ നന്ദിയോടെ സ്തുതിക്കുന്നു. നിന്റെ മകൾ കൂടി ലഭിച്ച എല്ലാവിധമായ ശ്രേഷ്ഠമായ സേവനങ്ങൾ സഭയ്ക്ക് ഏറ്റുവാങ്ങുവാനിടയായി, മറ്റു സഭാവിഭാഗങ്ങൾക്ക് ഏറ്റുവാങ്ങാനിടയായി. ജാതിമത ഭേദമന്യേ വ്യക്തികളെ സ്നേഹിപ്പാനും അവരുടെ സുവിശേഷം പറയുവാനും അവർക്ക് കൊടുത്തുള്ള അവസരം നിങ്ങൾ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഉച്ചമയുടെ സഹോദരങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ബന്ധപ്പെട്ട എല്ലാവരെയും തിരുക്കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ദുഃഖത്തിന് അറിവ് വരുത്തുവാൻ അവിടുന്ന് സ്തോത്രം. ഏതൊരു വർഷത്തിൽ ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കേണ്ടതിന് സർവകഷ്ടങ്ങളിലും ആശ്വസിപ്പിക്കുന്നതായില്ല അങ്ങയുടെ ആശ്വാസം ദുഃഖാന്തരിൽ പകരണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, തുടർന്നുള്ള ശുശ്രൂഷയെല്ലാം ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. ശുശ്രൂഷയ്ക്ക് നേർന്നു നൽകുന്ന ധന്യക്രിസ്തുവിനെനിക്കായി സ്തോത്രം. ഞങ്ങൾ കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുക. കർത്താവ്, ഈ ലോകത്ത് ദൈവഭക്തിയോടുകൂടെ ജീവിക്കുമെങ്കിൽ അതുപോലെ ഭാഗ്യം വേറെ ഒന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷകനായി കൈക്കൊള്ളാത്തവർ ക്രിസ്തുവിനെ ജീവിതം ഏൽപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിനുള്ള സജീവനത്തിൽ ജീവൻ നയിപ്പാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരായിട്ടല്ല, ഭക്തിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കർത്താവിനോട് ഭക്തി വാസ്തവമായിട്ട് ലോകത്തിന് മുമ്പിൽ പ്രകടമാകത്തക്കവണ്ണം കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന ശ്രേഷ്ഠമായ അനുഭവത്തോടെ മുന്നോട്ട് പോകുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കുമെന്നും മറ്റുള്ളവർക്ക് അത് അനുഗ്രഹമായി തീരും, ദൈവരാജ്യത്തിന് ഒരു മേൽക്കൂട്ടായി തീരും, പ്രശംസാ വിഷയമായി തീരുമെന്നും മാത്രമല്ല കർത്താവ് പ്രതികൂലമായിട്ട് കടന്നു വരുമ്പോൾ അങ്ങനെയുള്ള പ്രശംസ ഏറ്റുവാങ്ങുവാൻ കർത്താവ് ഇടയാക്കുമെന്നുള്ളതും നിങ്ങളെ കേൾപ്പിച്ചുവല്ലോ. അവരുടെ പ്രതിഫലത്തിനായിട്ട് ഒരുക്കമുള്ളവരായി ജീവിക്കാൻ ഏവർക്കും ഇടയാക്കണമെന്ന് നിങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടെ പ്രധാനത്തിന്റെ ശബ്ദത്തോടെ ദൈവത്തിന്റെ കർമ്മത്തോടെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചുകൊണ്ട് ഉയർത്തി നിൽക്കും. പിന്നെ ജീവനോട് ശേഷി രൂപാന്തരപ്പെട്ടവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ ഏൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഈ വാക്കുകൾ എങ്ങനെ അപ്പോഴും കർത്താവോടെ ഇരിക്കും. ഈ വാക്കുകൾ കൊണ്ട് എങ്ങനെ ആശ്വസിച്ചു പോകാൻ പറയുമ്പോൾ കർത്താവ് ഈ വലിയ പ്രത്യാശകളിൽ കത്തിജോലിക്കുന്നവരായിട്ട് മുന്നോട്ട് പോകുവാൻ എല്ലാവർക്കും ഇടയാക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയില്ലാത്ത പ്രിയപ്പെട്ടവര് പ്രത്യാശ നൽകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് പാപത്തെക്കുറിച്ച് അനുഭവിച്ചേറ്റുവാൻ ജീവിതം ഏൽപ്പിച്ച് അനുഗ്രഹിതമായില്ല അതേ പ്രത്യാശയുടെ ഉടമകളായി തീരുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ എല്ലാവരെയും പാലിക്കണമേ. തുടർന്നുള്ള ശുശ്രൂഷ, അതുപോലെ കർത്താവെ വിലാപയാത്ര, പള്ളിയിൽ വെച്ചുള്ള ശുശ്രൂഷ, സമയത്തുള്ള ശുശ്രൂഷ എല്ലാം അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ ഈ സമയത്ത് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ എല്ലാവരും പാലിക്കണമേ. ഇതൊരു വ്യാപിച്ച കൃപ തുടർന്ന് ഏർപ്പണ്ടിയാകണം. മിശിഹായുടെ ധന്യനാമത്തിൽ യാചിക്കുന്ന നോക്കപ്പെടി പഠിച്ചിറമല്ലമാരാകണമേ. ആമേൻ. ശുശ്രൂഷ തുടരുകയാണ്. ഇനിയും കാണാനായിട്ട് ആരും മുൻപോട്ട് കടന്നു വരരുത്. ആ ശുശ്രൂഷയ്ക്ക് ശേഷം കാണാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് സഹോദരി സഹോദരന്മാര് ഇനി മുൻപോട്ട് കടന്നു വന്ന് ഈ പരിപാലനമായ ശുശ്രൂഷയ്ക്ക് കോട്ടം സൃഷ്ടിക്കരുത് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. ആരും മുൻപോട്ട് ഇനിയും കടന്നു വരരുത്. ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എഴുന്നേറ്റ് നിന്ന് പങ്കെടുക്കാവുന്നവരൊക്കെ എഴുന്നേറ്റ് നിന്ന് പങ്കെടുത്താട്ടെ. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആക്കുവാനേക്കാം, സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആക്കുവാനേക്കാം, അതിൻ ഭാഗ്യമാർക്കും ദോരമേനിക്കാശയേറുന്നേ, ആദിൻ ഭാഗ്യമാർക്കും ദോരമേനിക്കാശയേറുന്നേ, ലോകസമന്ത ഭവന വിട്ടുപോയ ലോകസമന്ത ഭവന വിട്ടുപോയ കൈകളാൽ തേക്കാത്ത വീട്ടിൽ പാർത്തിടമല്ലോ,
പക്ഷേ കൈകളാൽ തേർക്കാത്തവേഷ്ടിൽ പാർത്തിടം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന അപേക്ഷയും കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടസുഖത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. അവരുടെ കാരുണ്യം ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങളെ രാജ്യവും ശക്തിയും മഹത്വവും ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കാൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചവനിൽ വിശ്വസിക്കാൻ ആരും ഒരു നാളും മരിക്കില്ല. ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്ന കർത്താവേ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ജീവകരമായ ഇവിടുത്തെ വാഗ്ദത്തങ്ങളോർത്ത് തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. മനത്തിൽ പോലും ഞങ്ങളെ നിന്റെ സ്നേഹത്തിൽ അകറ്റുവാൻ സാധ്യമല്ലായകയാൽ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ ബലഹീനരും വിശ്വാസത്തിൽ കുറവരുമാകിയാൽ അഗ്നിശോധനയിൽ തോറ്റുപോകാതെ നിന്റെ ബലമുള്ള കൈകളാൽ ഞങ്ങളെ താങ്ങിക്കൊള്ളണമേ. കർത്താവേ ഞങ്ങളുടെ സങ്കടങ്ങളുടെയും നിരാശയുടെ സന്ദർഭങ്ങളെ പ്രത്യാശയുടെയും ധൈര്യത്തിന്റെയും അവസരങ്ങളായി നീ രൂപാന്തരപ്പെടുത്തണമേ. സ്നേഹം നിറഞ്ഞ പിതാവേ ഭാരപ്പെട്ടും ദുഃഖിച്ചുമിരിക്കുന്ന ഈ നിന്റെ മക്കളെവരെയും സ്വൽബുദ്ധിയും കവിയുന്ന ദൈവസമാധാനത്താൽ സമാശ്വസിപ്പിക്കണമേ. ഈ ലോകത്തിലെ ഞങ്ങളുടെ ബന്ധങ്ങൾ താൽക്കാലികമാകുന്നുവല്ലോ. ഞങ്ങൾക്കിവിടെ സ്ഥിരമായ വാസവും വാസസ്ഥലവും ഇല്ലല്ലോ. എന്നാൽ ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാകിയാൽ സ്വർഗീയ പൗരത്വത്തിന്റെ പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. ഈ ലോകം ദൈവജനങ്ങൾക്ക് യോഗ്യമല്ലല്ലോ. ഈ ലോകത്തെ മരണത്തെയും ജയിച്ചവനാകിയാൽ ഞങ്ങൾക്ക് മാജയത്തിൽ നീ അവകാശം നൽകിയിരിക്കുന്നു. ഈ സന്തോഷകരമായ അറിവോടുകൂടെ പലപ്പോൾ അയച്ചവന്റെ വേല തികച്ചുകൊണ്ട് പ്രത്യാശയോട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് കീഴ്പ്പെട്ടിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മരണത്തെയും പാളത്തെയും തോൽപ്പിച്ച് ഞങ്ങൾക്ക് ഉറപ്പിന്റെ നിത്യജീവന്റെ പ്രത്യാശ ദാനം ചെയ്തിരിക്കുന്ന പ്രിയ രക്ഷകന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ജീവിച്ചിരുന്നുവെന്നും കാണാതെ ഇരിക്കുന്ന മനുഷ്യനാർ പ്രാണനെ പദാർത്ഥത്തിന്റെ കയ്യിൽ ഓടിവെക്കുന്നവനുമായിരുന്നു. പ്രസവിച്ച മനുഷ്യനാൽ പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു. അവൻ പൂ പോലെ വിടർന്ന് പൊഴിഞ്ഞു പോകുന്നു. നിലനിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകുന്നു. പാപത്തിന്റെ ശമ്പളമാണ് അത്രേ, ദൈവത്തിന്റെ കൃപാവരമോ ഭർത്താവായ യേശുക്രിസ്തു നിത്യജീവൻ തന്നെ. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന് ചിന്തയോ ജീവനും സമാധാനവും തന്നെ. തന്റെ ഭക്തന്മാരുടെ മരണയോയ്ക്ക് വിലയേറിയതാകുന്നു. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളത് തന്നെ. ഞാൻ അവരെ പാതാളത്തിന്റെ അധികത്വം എന്തെടുക്കും, മരണത്തിന് ഞാൻ അവരെ വിടുവിക്കും. മരണമേ നിന്റെ പാതകൾ എവിടെ, പാതാളമേ നിന്റെ സംഹാരം എവിടെ? അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തന്റെ ജനത്തിന്റെ സകല നിന്ന ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല എന്ന യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്.
ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചോൾവീൻ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ട് ആദ്യ ഫലമായി മരിച്ചൊടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ടെന്നെ അയച്ചു. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവെങ്കിലേക്ക് കടന്നിരിക്കുന്നു. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്. എല്ലാവരും ഒന്ന് ശബ്ദം കേട്ട് നന്മേതോർ ജീവനായും വിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാൻ വരുന്നു. ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും ഒരേപോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടത ഇനി ഉണ്ടാകുകയില്ല. നമ്മെ സ്നേഹിച്ചവന്മാരൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ വാഴ്ത്തപ്പെട്ട പുത്രനായ യേശുക്രിസ്തു ലാസറിന്റെ കല്ലറയ്ക്കൽ കണ്ണുനീർ വാർത്തവനാണല്ലോ. ഇപ്പോൾ കണ്ണുനീരിലും മനോവസനത്തിലിരിക്കുന്ന ഈ നിന്റെ മക്കളെ നിന്റെ ആർദ്രയോടുകൂടെ കടാക്ഷിക്കണമേ. കർത്താവെ, കൃപ നിറഞ്ഞ നിന്റെ സാന്ത്വനങ്ങളാൽ അവരെ സമാശ്വസിപ്പിക്കണമേ. ലോകത്തെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെന്ന് അവരെ ഗ്രഹിപ്പിക്കണമേ. അവിടുത്തെ പിതൃസ്നേഹത്തെയും പറ്റിയും കരുതലിനെ കുറിച്ചും അവർക്ക് വർത്തമാനമായ നിശ്ചയവും വിശ്വാസവും ഉറപ്പും നൽകണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. അധ്വാനിക്കുന്നവരും ഭാരജകുമാരുടെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് അരുളിയ കർത്താവേ. ആകുല മനസ്സരെയും ചിന്താഭാരമുള്ളവരെ ദുഃഖരങ്ങൾ ഭ്രമേൽപ്പിക്കുന്നു. സകല ബുദ്ധിയെ കവയുന്ന നിന്റെ സമാഹാരത്താൽ അവർക്ക് സമാഹാരം നൽകണമേ. രോഗവും ദാരിദ്ര്യവും നിമിത്തം സംഘത്തിലായിരിക്കുന്നവർക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രകൃതിക്ഷോഭത്താലും പെട്ടെന്നുള്ള ആപത്തുകളാലും കഷ്ടതയിലായിരിക്കുന്നവരെ കർത്താവേ നീ കടാക്ഷിക്കണമേ. സ്നേഹിക്കുന്നവരുടെ വേർപാട് നിമിത്തം മനസ്സ് കലകിയിരിക്കുന്നവരെ കരുണയോടെ നോക്കണമേ. പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന നിശോധനയെങ്കിൽ ആരും അതിശയിച്ചു പോകരുതേ. ഹൃദയം ഖണ്ഡപ്പെടുകയും വിശ്വാസം ബലഹീനമാകുകയും അരുതേ. ദുഃഖത്തിരിക്കുന്ന ഈ പ്രിയമക്കളെ ആശ്വസിപ്പിക്കണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ഞങ്ങൾ ദുഃഖിച്ചു പോകാതെ നിന്റെ സമാഹാരത്താൽ ഞങ്ങളെ നിറച്ച് ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നു പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കേമരുതെന്ന് അന്തിശിത പ്രിയ രക്ഷകന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. മൺമയനായ മക്കൾക്കോ ജീവൻ നൽകും മരണത്തെ ഞങ്ങൾ സ്വാഗതിച്ചിടട്ടെ. നിങ്ങളുടെ പുനരുദ്ധാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ഓരോ പ്രവർത്തിക്കത്തപ്പോൾ പകരം നൽകാം മശിഹായേ. കുറ്റങ്ങളെ നീ മായിച്ച് അന്യായങ്ങളെ കഴുകണമേ. അടിയാരെ ധരിപ്പിക്കണമേ. ഉന്നതരാജൻ സൈന്യവുമായി വിളിക്കുമ്പോൾ ഞാനെന്റെ
രഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾക്കെന്ന സ്തുതിയും വന്ദനവും പുകഴും ഉന്നതിയും ജീവനുള്ളവനും ജീവൻ പ്രദാനം ചെയ്യുന്നവനും മരിച്ചവർക്ക് ഉയർപ്പും ജീവനെ വാഗ്ദാനം ചെയ്തവനുമായ ഞങ്ങളുടെ മശിഹ രാജാവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. നീ ഞങ്ങളുടെ അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും ഞങ്ങളുടെ മരണത്തെ ജയിച്ച് മരണഭീതിയിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് പാതാളത്തിന്റെ ശക്തിയെ തകർത്തിരിക്കുന്ന ജയവീരനുമാകയാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തി പുകഴ്ത്തുന്നു. സ്തുതിയും ബഹുമാനവും ആധിപത്യവും എന്നേക്കും നിനക്ക് യോഗ്യമായിരിക്കുന്നു. കർത്താവേ, മനസ്സിലൂടെ പിതാവേ, ദുഃഖിച്ചു വിശ്വാസിച്ചു വിരിക്കുന്ന ഞങ്ങളെയും പ്രത്യേകമായി കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊക്കെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനയും നീക്കിക്കളയണമേ. ആകുലചിന്തയില്ലാത്ത സമാധാനം നൽകണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്നവരെ വിടുവിക്കണമേ. തീരാ ദുഃഖത്തിൽ ഇവർ വീണു പോകാതെ ദൈവികമായ പ്രത്യാശയാൽ ഇവരെ നിറച്ചുകൊള്ളണമേ. കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചവരായ വിശുദ്ധന്മാർക്കുള്ള പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്ത ജാതികളെ പോലെ തങ്ങളുടെ ദുഃഖത്തിൽ നിരാശപ്പെടാതെ നിന്നുള്ള വിശ്വാസവും ആശ്രയവും കൊണ്ട് ഇവർ സമാധാനവും ധൈര്യവും പ്രാപിക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങളുടെ ഏകലോകവാസത്തിന് നീ അവസാനം വരുത്തുമ്പോൾ സന്തോഷകരമായ യാത്രയ്ക്ക് ഞങ്ങൾ ഒരുക്കമുള്ളവരാക്കണമേ. നിന്റെ സന്നിധിയിൽ ലജ്ജ കൂടാതെ നിലയ്ക്ക് ഞങ്ങൾ യോഗ്യരാക്കി കാണപ്പെടണമേ. അവിടെ നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി ഭവിക്കുകയും ചെയ്യണമേ. ആയതല്ല ഇപ്പോഴും ഇപ്പോഴും തന്നെ. കർത്താവേ, ആയുസിന്റെ അനിത്യതയെ കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും ഞങ്ങളെ ഭരിക്കണമേ. ഈ ലോകത്തിൽ ഞങ്ങൾ അന്യരും പരദേശികളുമാണെന്നും ഞങ്ങളുടെ നിത്യവാസസ്ഥലം സ്വർഗത്താണെന്നുള്ള ബോധം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ പിതാവേ, നീ ഞങ്ങളെ എപ്പോൾ വിളിച്ചാലും ഈ ലോകത്തെ വിട്ടുപിരിഞ്ഞ് സ്വർഗകനാലിലേക്ക് പുറപ്പെടുവാൻ ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. യേശു മിശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. എന്റെ സഹോദരന്മാരെ, ഇന്ന് നാം എവിടെയാകുന്നുവെന്നും നാളെ നാം എവിടെയായിരിക്കുമെന്നും ഓർത്തുകൊള്ളുവീൻ. ഇന്ന് നാം നമ്മുടെ ഭവനങ്ങളിലിരിക്കുന്നു, പ്രവർത്തിക്കുന്നു, സംസാരിക്കുന്നു. നാളെയോ ശവക്കുഴികളിൽ മൗനതയുള്ളവരായിത്തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാകുന്നു. സഹോദരന്മാരെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും അഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നു. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും പുനരുദ്ധാനത്തിൽ അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവർക്ക് പുനർജീവൻ നമ്മളെ സൃഷ്ടിച്ചോൻ ദേഹത്തെ ഉയർപ്പിച്ച പ്രവർത്തിക്കോ നീതിയായി ഫലമേകോ. മാരിച്ചവരുടെയ നീ താഴ്ത്തപ്പെട്ടല്ലോ. പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമേൻ സുതരെ നീ ഉയർപ്പിപ്പാൻ എത്തുമ്പോൾ വിശ്വസിച്ചവരാ മടിയാരെ ഉയർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ കർത്താവേ, നിന്നെ ഞങ്ങൾ നോക്കി വിളിക്കുന്നു. ഞങ്ങളുടെ സഹായത്തിന് വരണമേ. ഞങ്ങളുടെ അപേക്ഷയോട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പുനരുത്ഥാന ദിവസത്തിൽ
മരിച്ചവരെ ശവക്കുഴിയിൽ നിന്ന് ഉയർത്തെഴുപ്പിച്ച് അവരെ വെള്ളനീലേക്ക് ധരിപ്പിക്കുന്നവനായുള്ളവേ നിനക്ക് സ്തുതി. മനുനാദാമനെ മനുണ്ടാക്കിയ പിതാവിനെ സ്തുതി. കുരിശിലെ കഷ്ടാനുഭവങ്ങളാൽ അവനെ വീണ്ടെടുത്ത പുത്രനും വന്നനും അവസാനത്തിൽ എഴുന്നള്ളി അവനെ ഉയർപ്പിക്കുകയും പുനരുദ്ധാന നാളിൽ അവനെ അവന്റെ സന്താനങ്ങളെയും മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന് സ്തോത്രമുണ്ടായിരിക്കട്ടെ. ആമേൻ. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റുവെന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചുവെന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിലെ കള്ളസാക്ഷികളെന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങളൊന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും മനുഷ്യന്മാരത്രേ. യേശു ക്രിസ്തുയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഈ ലോകത്തിൽ താനിനി വേഗം വരും രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. മന്നേലല്ലേ നിത്യവാസമനെ ശോഭിൻ മുന്നേ മാറപ്പത്തില. ഇനി വീട്ടിൽ ചെന്നെത്തോളാലോകനെ ഞാൻ പാർത്തിടുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. വീണ്ടും നമ്മുടെ തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്ന് ഇമ്പമായി ഞങ്ങളോട് അരുളി ചെയ്തിട്ടുള്ള വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗത്തിന്റെ മഹിമകളെ വെടിഞ്ഞ് അവിടുന്ന് മനുഷ്യനെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം ഈ ലോകത്തിലേക്ക് വന്നു. അവിടുന്ന് ഭൂജാതനായ ആ സംഭവം പിന്നെയും ആയുസ്സിൽ ഞങ്ങൾ ഓർക്കുന്ന ഈ ക്രിസ്മസ് നാളുകളിൽ യേശു ഞങ്ങൾക്കായി കന്യകയിൽ നിന്ന് ജനനമെടുത്ത് ഞങ്ങൾ ഒരുവനെ പോലെ ഇവിടെ ജീവിച്ചത് പാപികളും ദോഷികളും ആയിരുന്ന ഞങ്ങളെ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഉദ്ധരിച്ച് സ്വർഗരാജ്യത്തിന്റെ പിതാവിന്റെ രാജ്യത്തിന്റെ അവകാശികളാക്കി തീർക്കേണ്ടതിനായിരുന്നു എന്നോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ നിന്റെ മേൽ വഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് പകരമായും ക്രൂശിൽ പരമയാഗമായി തീർന്ന ദൈവപുത്ര, നിന്റെ ക്രൂശിലെ യാഗത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അതുകൊണ്ടാണല്ലോ പാപികളായ ഞങ്ങൾ